ആന ചവിട്ടി മറിച്ചിട്ടേക്കുന്നതാണല്ലോ. ഓ, കാട്ടുപന്നി, വൈൽഡ് ബോർ. കുറച്ച് സമയമായിട്ടുള്ളൂ ആന പോയിട്ട്. ഇന്നൊരു സൺഡേ റൈഡിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. ആൻഡ് അവർ ഡെസ്റ്റിനേഷൻ ഈസ് കോന്നി അച്ചൻകോവിൽ ഫോറസ്റ്റ് റൂട്ട്. കുറച്ച് ദിവസമായിട്ട് പോകണമെന്നിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ച് ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇട്ടപ്പോൾ എൻ്റെ പഴയ ഒരു വൈൽഡ് ലൈഫ് ബഡിയായിട്ടുള്ള വിപിനും പിന്നെ TREC ക്ലബിലുള്ള ലക്ഷ്മി ചേച്ചിയും കസിനും വന്നിട്ടുണ്ട്. 3 ബൈക്ക്, 4 പേര്. സോ വി സ്റ്റാർട്ടഡ് ഫ്രം ട്രിവാൻഡ്രത്ത് നിന്ന് ഇപ്പോൾ കോന്നി റൂട്ടിലേക്ക് പോവാണ്. കോന്നിയിൽ നിന്ന് നവനാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വഴിയാണ് അകത്തേക്ക് കയറാൻ ഉദ്ദേശിക്കുന്നത്. അതുവഴി വരുമ്പോൾ അച്ചൻകോവിൽ റൂട്ട് വന്നിട്ട് തിരിച്ച് കുളത്തപ്പുഴ വഴി നെടുമങ്ങാട് റൂട്ട് വഴി കറങ്ങി വരാം എന്നുള്ളൊരു പ്ലാനാണ്. ബിക്കോസ് അതൊരു ഫുൾ സർക്കിൾ ആയിട്ട് വരും. പക്ഷേ ആക്ച്വലി പ്ലസൻറ്റ് മോർണിംഗ്. പിന്നെ ശബരിമല സീസണും ആയതുകൊണ്ടായിരിക്കാം ഒരു സൺഡേ മോർണിംഗിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ട്രാഫിക് കുറച്ച് കൂടുതലാണ്. സോ നമ്മളിപ്പോൾ പോകുന്നത് നവനാൽ എന്ന് പറയുന്ന ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അങ്ങോട്ടേക്കാണ്. അതുവഴിയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1 hour 50 minutes ഉണ്ട്. ശബരിമല ബൈപ്പാസ് എന്ന് പറയുന്ന റൂട്ടിലേക്കാണ് കയറിയിരിക്കുന്നത്. ആക്ച്വലി ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ ഈ റൂട്ട് എടുക്കുന്നതിനേക്കാളും നല്ലതാണ് ആയൂരിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് ബൈപ്പാസ് വഴി തന്നെ പോകുന്നത്. ഡിസ്റ്റൻസ് ഒരു 5 kilometers അങ്ങോട്ട് കൂടുതലാണ്. പക്ഷേ നമ്മൾ ഡയറക്റ്റ്ലി ബൈപ്പാസിലോട്ട് ഒന്ന് കയറി. നല്ല റോഡാണ് കേട്ടോ. ഈ റോഡും ആസ് ഓഫ് നൗ നല്ലതാണ്. പക്ഷേ മുമ്പോട്ട് പോകുമ്പോൾ കുറേ വളവും തിരിവൊക്കെ ഉണ്ട്. അത് ഒഴിവാക്കിപ്പോൾ ജസ്റ്റ് ഒരു 5 kilometers ഡിഫറൻസേ ഉള്ളൂ. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ആ റൂട്ടാണ്. പിന്നെ ഇതിപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി തന്നെ പോകുന്നത് കൊണ്ട് ഇതങ്ങ് ഫോളോ ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. ഗൂഗിൾ ആസ് യൂഷ്വൽ ഒരു ഷോർട്ട് കട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. മര്യാദയ്ക്ക് മെയിൻ റോഡിൽ നിന്ന് കട്ട് ചെയ്യാന്നുള്ളതിന് പകരം നമ്മൾ ഒരു ബൈ റോഡ് എടുത്തിട്ട് പോവാണ്. പക്ഷെ കൊള്ളാം. എപ്പോഴും മെയിൻ റോഡ് വഴി മാത്രം പോയാൽ പോരല്ലോ. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ പ്ലാന്റേഷൻ ഏരിയ കയറിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും തേക്കാണ് കൃഷി. ഈ റോഡ് നേരെ ചെന്നിട്ടാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലോട്ട് കയറുന്ന നവനാൽ എന്ന് പറഞ്ഞിട്ട് കോന്നി കൊക്കാത്തോട് അച്ചൻകോവിൽ റൂട്ട്. ഇവിടെ നിന്ന് റൈറ്റ്. അതെ. KL01 ഞങ്ങൾ ഇടയ്ക്ക് പോകുന്ന അറിയാം. ആ ശരി, താങ്ക്സ്. So we have officially entered Konni forest area. ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടിയുടെയും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് അതോട്ട് കയറിയിട്ടുണ്ട്. അച്ചൻകോവിൽ വരെ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഡീറ്റെയിൽസും മൊബൈൽ നമ്പറും എല്ലാം കൊടുക്കേണ്ടതായിട്ട് വരും. അല്ല, ഇവിടെ അടുത്തൊരു കാവുണ്ട്, അതുവരെ പോകണമെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് നല്ല തിരക്കുണ്ട് ഈ റോഡിൽ. എനിക്ക് തോന്നുന്നു അയ്യപ്പ സീസൺ ആയതുകൊണ്ടായിരിക്കാം. സോ അധികം വൈൽഡ് അനിമൽസിൻ്റെ സൈറ്റിംഗ് ഒന്നും ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല. പിന്നെ എന്തായാലും ഫോറസ്റ്റ് ഏരിയ ആണ്. അവർ ഓൾറെഡി വാർണിംഗ് തന്നിട്ടുണ്ട്, കാട്ടിനകത്തോട്ടൊന്നും കയറരുത്. നേരത്തെ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ
ഓക്കെ, അപ്പോൾ പിന്നെ വഴിയൊക്കെ അറിയാമല്ലോ എന്ന് ചോദിച്ച് പറഞ്ഞു വിട്ടു. എന്തായാലും ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട്, ഓൾറെഡി എല്ലാവർക്കും അറിയാം. എന്നാലും ജസ്റ്റ് ഒരു ടിപ്പായിട്ട് പറയുന്നതാണ്. നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്തിടുക. അതായത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ നിങ്ങൾ കവർ ചെയ്യാൻ പോകുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന്. ആ ഏരിയാസ് വെച്ചിട്ട് ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്തിടുക ഗൂഗിളിൽ. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ പല സമയത്തും റേഞ്ചൊക്കെ കട്ടായി കഴിഞ്ഞിട്ട് പിന്നെ മാപ്പ് ലോഡ് ആവണമെന്നില്ല. പക്ഷേ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തവണ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റണ്ണിങ് ആയിരിക്കും ഫുൾ ടൈം. സോ അതുകൊണ്ട് നമുക്ക് ആ വഴി തെറ്റി പണിയാവുന്നൊരു വിഷയം ഒഴിവാക്കാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഓഫ്ലൈൻ മാപ്പ്. പോകുന്ന ഏരിയ ചൂസ് ചെയ്യുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോഴും അങ്ങനെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. നെറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ മാപ്പ് വർക്കിംഗ് ആയിരിക്കും. ഏതായാലും കാത്തിരുന്ന് വന്ന സമയം ബെസ്റ്റാണ്. എത്ര വണ്ടിയാണ് പാർക്ക് ചെയ്തിട്ടേക്കുന്നുണ്ടോ. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ കാവിൽ വന്ന വണ്ടികളായിരിക്കും. അച്ചൻകോവിലേക്കും കുറേ ആൾക്കാർ പോകുന്നുണ്ട്. സോ ഇന്നെന്തായാലും റോഡ് തിരക്കായതുകൊണ്ട് നോക്കണ്ട, ആനിമൽ സൈറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാവരും പേടിച്ച് കാടിനകത്ത് കയറിയിട്ടുണ്ടാവും. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ് മണ്ഡല മകരവിളക്ക് മഹോത്സവം. ഓക്കെ, ഇവിടത്തേക്കാണ് ഈ വണ്ടികൾ മൊത്തം വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു അപ്പൂപ്പൻ കാവ് എന്ന് പറയുന്നൊരു കാവുണ്ട്, ചരിത്ര പ്രസിദ്ധവും പുരാതനവും. ഓക്കെ, തിരിച്ചു വന്നിട്ട് കുറച്ച് റിസർച്ച് ചെയ്യാം എന്താണെന്നുള്ളത്, എന്നിട്ട് പറയാം. കൃത്യമായിട്ട് കൺസ്ട്രക്ഷൻ്റെ ഡേറ്റ് ഒന്നും അറിയില്ലെങ്കിലും ഏകദേശം 1155 വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർ അവകാശപ്പെടുന്നത് ഈ ഒരു ക്ഷേത്രത്തിന്. ചേര രാജാക്കന്മാരുടെയൊക്കെ പീരീഡിൽ ചെയ്തൊരു ക്ഷേത്രമാണിത്. ദ്രാവിഡ നാഗ ട്രൈബൽ ട്രഡീഷൻസ് അനുസരിച്ചാണ് ഇവിടുത്തെ പ്രാർത്ഥനകളും റിച്വൽസും ഒക്കെ നടക്കുന്നത്. ഇതൊരു കാവാണ് ആക്ച്വലി. പ്രോപ്പർ ട്രൈബൽ കസ്റ്റംസ് അനുസരിച്ച് മരങ്ങളുടെയൊക്കെ അടിയിൽ ഇങ്ങനെ വിഗ്രഹങ്ങൾ വെച്ചിട്ടൊക്കെയാണ് ഇവിടെ പ്രാർത്ഥനകൾ നടക്കുന്നത്. പഴയ ഒരു ട്രൈബൽ രീതിയിലാണ് ഇവിടുത്തെ പൂജകളൊക്കെ നടക്കുന്നത്. നോർമലായിട്ടുള്ള ഹൈന്ദവ ടെമ്പിൾസിലൊക്കെ നടക്കുന്ന തരത്തിലുള്ള പൂജയൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. ഊരാളി അപ്പൂപ്പൻ, ഊരാളി അമ്മൂമ്മ എന്ന് പറയുന്ന രണ്ട് പ്രതിഷ്ഠകളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഊരാളി അപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ 999 മലദൈവങ്ങളുടെ അധിപനായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടാണ് ഊരാളി അമ്മൂമ്മയെ ആരാധിക്കുന്നത്. വടക്കാഞ്ചേരി വല്യച്ഛൻ, ഗണപതി, കൊച്ചുകുഞ്ഞ് ആറുകല, കുട്ടിച്ചാത്തൻ, രക്തരക്ഷസ്, പൂങ്കുറവൻ, പൂങ്കുറത്തി, അങ്ങനെ പല ഉപദേവകളും ഇവിടെ ഉണ്ട്. ഇവിടെ മെയിനായിട്ട് നടക്കുന്ന ഉത്സവങ്ങൾ ഒന്ന് ഏപ്രിൽ മെയ് സമയത്ത് നടക്കുന്ന ഒരു മഹോത്സവം ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ ഉത്സവം. പിന്നെ വിഷു സമയത്ത് ഒരു ഉത്സവം നടക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ഉത്സവമാണ് ഈ മണ്ഡലകാലത്ത് നടക്കുന്നത്, അതായത് നമ്മളിപ്പോൾ വരുമ്പോൾ ഈ ഒരു ടൈമിൽ നടക്കുന്നത്. ഉത്സവ സമയത്ത് പഴയ ട്രൈബൽ ആർട്ട് ഫോംസ് ആയിട്ടുള്ള കുംഭപ്പാട്ട്, ഭാരതക്കളി, തലയാട്ടം കളി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ അവതരിപ്പിക്കാറുണ്ട്. സോ ഇതൊരു ചെറിയ സംഭവമല്ല, ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കൂടെയാണ്. എല്ലാ പ്ലാന്റേഷനുള്ള കാടുകളുടെയും ബഫർ സോൺസിൽ ഇങ്ങനെയുള്ള കൂപ്പുകൾ കാണാൻ പറ്റും. അതായത് തടി മുറിച്ച് വിൽക്കുന്ന സ്ഥലങ്ങൾ. ഇവിടെ നിന്ന് ആൾക്കാർക്ക് മേടിക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടാവും. മിക്കവാറും കോൺട്രാക്റ്റിലെടുത്തിട്ട് ബൾക്കായിട്ടായിരിക്കും ആൾക്കാർ എടുക്കുന്നത്. ഇതങ്ങനെ ഒരു സ്ഥലമാണ്. സോ ബേസിക്കലി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ പ്ലാന്റേഷൻ ആയിരിക്കും. അത് ലേലത്തിനൊക്കെ കൊടുക്കും അവർ. ബഫർ സോൺസിലാണ് ഇത് ചെയ്യുന്നത്. കാടിൻ്റെയും നാടിൻ്റെ ഒരു ബോർഡർ ഏരിയയിൽ ആണ്. ഇത് ഫോറസ്റ്റിൻ്റെ റേഞ്ച് ഓഫീസാണ്. നടുവത്തുമുഴി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അതൊരു ഗ്രാമം, സിറ്റി ടൗൺ ഏരിയ, അടിപൊളിയാണല്ലോ. റൈറ്റ് സൈഡിൽ പ്ലാന്റേഷൻസ് ആണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അച്ചൻകോവിൽ റിവറാണ് ഒഴുകുന്നത്. ഡ്രൈ സീസണിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സമയത്ത്. ആ സമയത്ത് ഈ അച്ചൻകോവിൽ റിവറിൽ വെള്ളം കുറവായിരിക്കും. അപ്പോൾ ഈവനിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് അനിമൽസ് ഈ വെള്ളം കുടിക്കാനായിട്ട് റിവറിൻ്റെ ബാങ്ക്സിലുണ്ടാവാറുണ്ട്. ഇപ്പം എന്തായാലും നല്ല മഴയുള്ള സമയമായതുകൊണ്ട് കാടിനകത്ത് തന്നെ ഇഷ്ടംപോലെ വെള്ളവും ഒക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകുന്നതാണ് കൊക്കാത്തോട്. നേരെ പോയാൽ അച്ചൻകോവിൽ. നമ്മൾ പോകുന്നത് അച്ചൻകോവിലേക്കാണ്. ഗുഡ്. അച്ചൻകോവിൽ എൻട്രി ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി റോഡിൻ്റെ കണ്ടീഷൻ എന്താണെന്ന്. ഇതുവഴിയൊന്നും ആരും പോകാറില്ല. കൊക്കാത്തോട് എനിക്ക് തോന്നുന്നു ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് റോഡെല്ലാം പക്കയാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോകുന്ന റൂട്ട് പക്ക ഫോറസ്റ്റ് റൂട്ടാണ്, അച്ചൻകോവിലേക്കാണ് പോകുന്നത്. സോ ഈ റൂട്ടിൽ വണ്ടികൾ അധികം പോകാറില്ലാത്തത് കൊണ്ട്
പണിയൊന്നും ചെയ്യാണ്ടിട്ടേക്കാണ്. പക്ഷേ ഇതല്ലേ അതിൻ്റെ ഒരു രസം. ഇതാ ഫ്രഷ് ആനപ്പിണ്ടം. ഇന്നത്താണ്. ഇപ്പോൾ റീസെൻ്റ്ലി വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ ആന പോയിട്ട്. റൂട്ടാണെന്ന് നോക്കിയേ. ഇതാണ് ദ റിയൽ ഫോറസ്റ്റ് റൂട്ട്. ജീപ്പ് വരുന്നുണ്ട്. ആനയൊക്കെ വന്ന് പോയതിൻ്റെ നല്ല ലക്ഷണങ്ങൾ കാണാനുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല ഫോറസ്റ്റ് ഡെൻസ് ആയിട്ട് കിടക്കുകയാണ്. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഡ്രൈ ആയിരുന്നു. ഡ്രൈ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ വ്യൂ ഉണ്ട്. ഇവിടെ നിന്ന് വ്യൂ ഒന്നും ഇല്ല കേട്ടോ. തൊട്ടടുത്ത് ആന വന്നാലും അറിയാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ നൈസ് ഫീലിംഗ്. കാടിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ബ്യൂട്ടിഫുൾ അല്ലേ വ്യൂ? കാടിൻ്റെ ഇടയിൽ ആ ഒരു സൺലൈറ്റ് ഇങ്ങനെ അരിച്ചിറങ്ങി വരുന്നത് കാണാൻ എപ്പോഴും നല്ല രസമാണ്. മോശമാണെന്ന് വെറുതെ പറയുന്നതല്ല കേട്ടോ. റോഡ് നല്ല മോശമാണ്. ടാറിട്ട റോഡാണെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് മെറ്റലിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, പൊളിഞ്ഞു കിടക്കുന്നത്. ഇത് ബേസിക്കലി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. സോ കാടിനകത്ത് കയറുന്നതും ഒന്നും അനുവദനീയമല്ല. ഓക്കെ, സോ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഫസ്റ്റ് തിങ്, കാറിൽ വരുന്ന ആൾക്കാർ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയിലല്ലാണ്ട് വരരുത്. പിന്നെ ഫ്യൂവൽ ആവശ്യത്തിന് നിറച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. വഴിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. മണിക്കൂർ കണക്കിന് നിന്നാലായിരിക്കും ചിലപ്പോൾ ഒരു വണ്ടി വരുന്നത്. കാരണം ഈ റൂട്ട് അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റൂട്ടല്ല. ജീപ്പൊക്കെ വന്നാലേ ഉള്ളൂ. പിന്നെ പതിയെ പോവുക. പതിയെ പോവുകയെന്ന് വെച്ചാൽ എസ്പെഷ്യലി വളവുകളിൽ റോഡിൽ ആന നിൽക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. തൊട്ടടുത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അറ്റാക്ക് വരും. സോ പതിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഫ്രണ്ടിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ളത്. സോ പതിയെ പോകുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. പിന്നെ ഒരു എത്ര അട്രാക്റ്റീവായിട്ട് തോന്നിയാലും വണ്ടി നിർത്തി കാടിനകത്തേക്കൊന്നും കയറാൻ നിൽക്കരുത്. കേസാവും. ഓൾറെഡി അവർ വാൺ ചെയ്ത് വിടും. അവിടെ നിന്ന് കയറുന്ന സമയത്ത് ഒരിക്കലും കാടിനകത്തോട്ട് കയറാൻ പാടില്ല. ഇതൊരു കോന്നി റിസർവ് ഫോറസ്റ്റ് ആണ്. റിസർവ് ഫോറസ്റ്റിനകത്തേക്ക് കയറുന്നതിന് ഫോറസ്റ്റിൻ്റെ പെർമിഷൻ ആവശ്യമുണ്ട്. പെർമിഷൻ ഇല്ലാണ്ട് കയറി കഴിഞ്ഞാൽ ഇറ്റ്സ് പണിഷബിൾ ബൈ ലോ. ബേസിക് സംഭവമാണ്. സോ എത്രയൊക്കെ നമുക്ക് കയറണമെന്ന് തോന്നിയാലും ചിലപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ആവാം, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് എൻതൂസിയാസ്റ്റ് ആവാം. അപ്പോൾ ആനയും ഒക്കെ കണ്ടാലും റോഡിലൊക്കെ നിന്ന് ആന ക്രോസ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നിർത്തി അവിടെ നിന്നല്ലേ പറ്റുള്ളൂ. പക്ഷേ അല്ലാണ്ട് കാടിനകത്തേക്കൊന്നും കയറാൻ നിൽക്കരുത്. നേരെ കാണുന്നതാണ് അച്ചൻകോവിൽ ആറ്. വെള്ളം ബേസിക്കലി കുറവാണല്ലോ, അത്ര ഭയങ്കരമായിട്ടൊന്നും ഇല്ല. ഇതാ കാണുന്ന ബാങ്ക്സൊക്കെ കണ്ടു. ഇതിൻ്റെ റിവറിൻ്റെ ബാങ്ക്സിലൊക്കെ മിക്കവാറും അനിമൽസ് വരാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ ഡ്രൈ സീസണിൽ വരുമ്പോഴേ അവിടെ ഈ വൈകിട്ടൊരു 4 മണി സമയത്തൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ആനയും മറ്റേ കാട്ടുപോത്തും എല്ലാ ഐറ്റം ഉണ്ടാവും. വെള്ളം കുടിക്കാനായിട്ട് വരും. വെള്ളം അപ്പം നടുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ പുറത്ത് ഔട്ടിൽ ഇറങ്ങിയിരിക്കും. അപ്പോൾ നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നല്ല ദൂരമുണ്ട്. ഇത് പോവാം. ആനക്കൂട്ടം ഇറങ്ങിയതാണോ അതോ ഇവിടെ ക്ലീൻ ചെയ്തതാണോ എന്നറിയാൻ പാടില്ലല്ലോ. ഇല്ല, ഇത് ക്ലീനിങ്ങാണ്.
ഓക്കെ, കാട് ക്ലിയർ ചെയ്തേക്കുന്നതാണ് കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള അടിക്കാട് വെട്ടിവിട്ടിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല അടിക്കാടുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ചെറിയ ജീവികളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ കൂരമാൻ, കേഴമാൻ തുടങ്ങിയ ജീവികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ സൈഡിൽ നിന്ന് പെട്ടെന്നായിരിക്കും വന്ന് ചാടുന്നത്. പന്നിയാണെങ്കിലും വൈൽഡ് ബോറൊക്കെ ഉണ്ടല്ലോ, അവർ പെട്ടെന്ന് റോഡിൽ നിന്ന് ക്രോസ് ചെയ്ത് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലിയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ഡിസ്റ്റൻസിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ അവർ വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ അടിക്കാട് ക്ലിയർ ചെയ്തിടുന്നത്. ഇതിപ്പോൾ നമുക്ക് രണ്ട് സൈഡും വ്യൂ ഉണ്ട്. മറ്റേത് പെട്ടെന്നായിരിക്കും ചാടുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ്സ് എ ഗുഡ് ഇനിഷ്യേറ്റീവ്. പബ്ലിക് റോഡാണല്ലോ, പബ്ലിക് ഇൻ ദ സെൻസ് പബ്ലിക്കിന് ആക്സസ് ഉള്ള ഫോറസ്റ്റ് റോഡാണല്ലോ. ഓ, വേറെയും റൈഡേഴ്സ്. RTM ഡോക്ടർ ദയാനന്ദൻ സ്റ്റേ ആണോ? ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ ആൾക്കാരെ കണ്ടോ? ഇവരാണ് നിന്നത് ഫുൾ ക്ലീൻ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ വലിയ രീതിയിൽ വെട്ടിക്കളയുന്നൊന്നുമില്ല. റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഗുഡ്. റോഡ് ഇത്ര മോശമായിട്ട് കിടക്കുന്നതുകൊണ്ട് 4 വീലേഴ്സ് വളരെ കുറവാണ് വരാറ്. കൂടുതലും ഫോറസ്റ്റിൻ്റെ വണ്ടിയും അല്ലാണ്ടുള്ള ജീപ്പൊക്കെയാണ് കൂടുതൽ വരാറ്. അതുകൊണ്ടാണ് റോഡ് ഇത്ര നാരോ ആയിട്ട് കാട് അടഞ്ഞു കിടക്കുന്നത്. റീസെൻ്റ് അല്ലെങ്കിലും ആനകൾ നന്നായിട്ട് കയറി അർമാദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഏരിയയൊക്കെ.
നോ സൈൻസ് ഓഫ് എനി വൈൽഡ് അനിമൽ. ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഒന്നാമത്തെ കാര്യം വെയിലായി. ഏർലി മോർണിംഗ് ഒരു 6 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻട്രി ഉണ്ട്. 6 തൊട്ടാണ് എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത്രയും രാവിലെ വന്നു കഴിഞ്ഞാൽ കാട്ടുപന്നി, വൈൽഡ് ബോർ, ബ്യൂട്ടിഫുൾ. പരാതി തീർന്നു. സൈസ് കണ്ടായിരുന്നു എൻ്റെ പൊന്ന്. പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു. വൈൽഡ് അനിമൽസിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ജസ്റ്റ് നിർത്തിയതേ ഉള്ളൂ. നേരെ ഒരു യമണ്ട കാട്ടുപന്നി ക്രോസ് ചെയ്ത് പോയി. പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ചതേ കാട്ടുപോത്തിനെ കണ്ട് കുഞ്ഞാണെന്നാണ്. നല്ല സൈസ്. കുറച്ചുകൂടെ മുമ്പോട്ടൊന്നത് ഇടിച്ചിരുന്നുണ്ടെങ്കിൽ പറന്നു പോയായിരുന്നു. ക്യാമ്പിംഗ് ആൻഡ് പെട്രോളിംഗ് സ്റ്റേഷൻ, വനം വകുപ്പ്. ഇങ്ങോട്ട് വന്ന സമയത്ത് കുറച്ച് സ്ഥലങ്ങളിൽ ആനപ്പിണ്ടം കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അത്ര പുതിയതല്ല, ഫ്രഷ് അല്ല. മേ ബി ഒരു 2 ദിവസമൊക്കെ പഴക്കമുണ്ടാകും. അതിൻ്റെ സൈഡിൽ മൊത്തം ഇങ്ങനെ ആന ചവിട്ടി ഇറങ്ങിയതിൻ്റെ പാടുകളുണ്ട്. സ്ഥിരമായിട്ട് ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്ന് നമുക്കങ്ങനെ മനസ്സിലാക്കാം. വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങുന്നതാണ്. ഇവിടെ നിന്ന് നേരെ ക്രോസ് ചെയ്ത് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അച്ചൻകോവിൽ ആറിലേക്ക് പോകാൻ. ഇതുപോലുള്ള വളവുകളിലാണ് സൂക്ഷിക്കേണ്ടത്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. എനിക്ക് ലാസ്റ്റ് ടൈം വന്നപ്പോൾ കാട്ടുപോത്തിനെ കിട്ടിയത്, കാട്ടുപോത്തും കാട്ടിയെന്ന് പറഞ്ഞ കൺഫ്യൂഷനാണ്, വേണ്ട, ഗോറിനെ കിട്ടിയത്. അതൊരു കുഞ്ഞും പിന്നെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. ഒരു റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ സാമ്പാടിയാറുണ്ടായിരുന്നു, മ്ലാവ്. അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ ആനയുണ്ടായിരുന്നു. അത് ആന, ഒരു കൂട്ടം ആന ഉണ്ടായിരുന്നു, മാട്രിയാർക്കൊക്കെ ആയിട്ട്. അന്ന് പക്ഷെ നമ്മൾ വന്നത് ഒരു താറിലാണ്, ബൈക്കിലല്ല. ആന ചവിട്ടി മറിച്ചിട്ടേക്കുന്നതാണല്ലോ. മൊത്തം ആനപ്പിണ്ടാണ് കേട്ടോ. ഈ റോഡിൽ എവിടെ നോക്കിയാലും ആനപ്പിണ്ടമാണ് കിടക്കുന്നത്. ഇത് പഴക്കം മാത്രമേ ഉള്ളൂ വ്യത്യാസം. ചിലത് ഫ്രഷാണ്, ചിലത് 2 ദിവസം പഴക്കമുണ്ട്, ചിലത് നല്ല പഴക്കമുള്ളതുകൊണ്ട്. പക്ഷേ ഈ റോഡിൽ ഇതുവരെ വന്ന സ്ഥലത്ത് എങ്ങനെ പോയാലും ഒരു 10-20 സ്ഥലത്തെങ്കിലും ആനപ്പിണ്ടം കണ്ടിട്ടുണ്ട്. കാടിനകത്തുള്ള ആനകൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാണ്ട് പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടേ. ആ മണൽത്തിട്ടിൽ മൊത്തം കാൽപ്പാടാണ്. ആന, കാട്ടുപോത്ത്, ഇന്ത്യൻ ഗോർ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങും, ഇങ്ങനെ ഇറങ്ങി ഇതുവഴി ഇറങ്ങിപ്പോയി വെള്ളം കുടിച്ചിട്ട് കയറിപ്പോവും. ഫ്രഷാ, ഇന്നത്തെയാണ്, നനവ് പോലും മാറിയിട്ടില്ല. ഇതുവഴി ഇറങ്ങി പോയിട്ടുണ്ടോ? അതാ ഇതുവഴി പോയിട്ടുണ്ടോ? താവട്ട് ആ അതുവഴിയാണ് ഇറങ്ങിയേക്കുന്നത് മൊത്തം. അതെ അതെ. നിങ്ങളെവിടുന്നാ? മനസ്സിലായി. അവര് കൊച്ചിന്നാ? കാണാൻ കൊണ്ടുപോകുന്നതാണോ? കാണാൻ വെറുതെ കറങ്ങാൻ ഇറങ്ങിയാണോ?
റോബിൻ ആണോ? ആ ഓക്കെ ഓക്കെ. ആ ആ ശരി, നൈസ് ടു മെറ്റ് യു. ഇൻസ്റ്റാഗ്രാമിലല്ലേ? നല്ലൊരു വാൻറ്റേജ് പോയിന്റാണ്. ഏകദേശം ഇപ്പോൾ ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ട്. നോർമലി ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ്സിലാണ് ഏറ്റവും കൂടുതൽ അനിമൽസ് പുറത്തിറങ്ങുന്നത്, പ്രത്യേകിച്ച് വെയിലൊക്കെ ഉള്ള സമയത്ത്. സോ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇനി ഒരു 6 മണിക്ക് കയറുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു 3 മണിക്ക് ശേഷം കയറുന്ന രീതിയിലോ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാനായിട്ട് പറ്റും. ഞാൻ ഓൾറെഡി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, ട്രെക്കിംഗ്, ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ ചെയ്യുന്നുണ്ട്. സോ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാടല്ലെങ്കിലും. ഇൻട്രസ്റ്റ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ സമയത്ത് കയറുന്നതിനെ പറ്റി സംസാരിക്കുന്നത് തന്നെ. കാടിലൂടെ വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഈ റൂട്ട്. കാരണം ഏത് സമയം വേണമെങ്കിലും വൈൽഡ് അനിമൽസിനെ കാണാൻ പറ്റുന്ന റൂട്ടാണ്. സോ അങ്ങനെ ഉള്ളെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള ടൈമിൽ കയറുക. ഈ സമയത്ത് അങ്ങനെ അധികം
വൈൽഡ് ആനിമൽസിൻ്റെ ആക്ടിവിറ്റി ഉണ്ടാകാത്തൊരു സമയമാണ്. 4-വീലർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലെങ്കിൽ ഒട്ടും റെക്കമെൻഡഡ് അല്ല കേട്ടോ. നല്ല രീതിയിൽ റോഡ് അവിടെ ആയിട്ട് പോയിട്ടുണ്ട്. 2-വീലേഴ്സ് ഓക്കെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ടേണിങ്ങിൽ വന്ന് കയറി അവിടെ നിന്ന് ലെഫ്റ്റാണ് അച്ചൻകോവിൽ റൂട്ട്. റൈറ്റ് പോയി കഴിഞ്ഞാൽ പുനലൂർ എന്ന് കയറുന്ന റൂട്ടാണ്. കോന്നി അച്ചൻകോവിൽ റൂട്ട് മാപ്പിലിട്ട് വരുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട്. നമ്മളൊരു മെയിൻ ജംഗ്ഷൻ പോലൊരു ഏരിയയിലേക്ക് വരും. അതായത് നല്ല ഫോറസ്റ്റ് ഏരിയയാണ്. പിന്നെ ആൾക്കാർ താമസിക്കുന്ന അച്ചൻകോവിൽ റിവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കയറും. അപ്പോൾ വന്ന് കയറിയിട്ട് ലെഫ്റ്റിലേക്കാണ് അച്ചൻകോവിൽ റൂട്ട് വരേണ്ടത്. റൈറ്റിലേക്ക് പോകുന്നത് പുനലൂർ വഴി മെയിൻ റോഡിലേക്ക് പോകുന്ന റൂട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ടീ പ്ലാന്റേഷൻ ഏരിയ ആണിത്. മൊത്തം തേക്ക് മരം നിൽക്കുന്നുണ്ടോ? വൈൽഡ് ലൈഫ് ക്രോസിംഗ് ഏരിയ. വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡ് ക്രോസ് ചെയ്തേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ സൈഡിലെ കാടുന്ന് വരുന്നവർക്ക്. അപ്പുറത്തും നമ്മൾ വന്നപ്പോൾ ഒരുപാട് സ്ഥലത്ത് ക്രോസ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഫോറസ്റ്റ് തന്നെ ആയതുകൊണ്ട് അവർ പ്രത്യേകിച്ച് ബോർഡൊന്നും വെച്ചിട്ടില്ല. ഇത് പക്ഷേ നല്ല റോഡാണ്. ഇപ്പോൾ വണ്ടികൾ അല്പം സ്പീഡിലൊക്കെ പോകാൻ ചാൻസസ് ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി. ഓ, ദിസ് ഈസ് ഗുഡ് മാൻ. ടൈമിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ വൈൽഡ് ലൈഫ് സൈറ്റിംഗ്. കാരണം നമ്മൾ വരുന്ന ഒരു ടൈം ഇങ്ങനത്തെ ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചാൻസസ് കുറവാണ്. ബിക്കോസ് എല്ലാവരും കൂടണഞ്ഞ സമയമാണ്. എല്ലാവരും വെയിലത്ത് ഒതുങ്ങി എവിടെയെങ്കിലൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സമയം. ഏർലി മോർണിംഗ് ഓർ ഈവനിങ്, ഇതാണ് ടൈം. അച്ചൻകോവിൽ ആറിൻ്റെ ആ ഒരു ഫ്ലോ ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. കാട്ടിനകത്ത് കിടക്കുന്ന പോലെയല്ല, ഇവിടെ പാറയൊക്കെ ആയിട്ട് ഒഴുകി പോകുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ പോകുന്ന റൂട്ടിലാണ് കുംഭാവുരുട്ടി എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾസ് ഉള്ളത്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അച്ചൻകോവിലിനകത്തുള്ളത്, കുംഭാവുരുട്ടി വാട്ടർഫോൾസ്. ഇവിടെയുണ്ട് വൈൽഡ് ലൈഫ് ക്രോസിംഗ് ഏരിയ. അതെ, ക്രോസ് ചെയ്തിട്ടുമുണ്ട്. ഓ, വെള്ളം കുടിക്കാൻ പറ്റുന്ന ഏരിയ, അടിപൊളി. ഓക്കെ, ബിബിൻ ബ്രോ എക്സ്പൾസ് ഒന്ന് ഓടിച്ച് നോക്കണമെന്ന് വിചാരിച്ചിട്ട് എക്സ്പൾസിൽ കയറിയൊക്കെയാണ്. ഞാൻ പുള്ളിയുടെ വണ്ടി എടുത്തു. പുള്ളിയുടേത് ക്ലാസിക് റീബോണാണ് പുതിയത്. ഓ, ഭയങ്കര സ്മൂത്താണല്ലോ. എൻ്റെ കയ്യിലിരിക്കുന്നത് റോയൽ എൻഫീൽഡ് 500cc എൻജിനാണ്, പഴയത് 2017 BS4 ആണ്. അത് ആക്ച്വലി അറിയാമല്ലോ, ആ റിഫൈൻഡ് ഒന്നും അല്ല. പക്ഷെ ദിസ് ഈസ് നൈസ്, ഇത് കൊള്ളാം. നല്ല തമ്പുണ്ട്. ഓ, ഹെവി സ്മൂത്താണല്ലോ വണ്ടി. ഹെഡും നല്ല വലിപ്പമുണ്ട്.
ഐ ലൈക്ക് ഇറ്റ്. സീറ്റും നല്ല കംഫർട്ടബിളാണ്. പക്ഷേ എനിക്ക് തോന്നിയത് സീറ്റ് കുറച്ച് ഓവർ കുഷനിയാണെന്ന് തോന്നി. കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം സീറ്റ് കുറച്ച് കുഷൻ കയറ്റിയിട്ടുണ്ട് കൂടുതലായിട്ട്. അതെന്തോ പ്രശ്നമെന്ന് വെച്ചാൽ കുറച്ച് ദൂരം നമ്മളതിൽ ഇരിക്കുമ്പോഴേക്കും പെയിൻ സ്റ്റാർട്ട് ചെയ്യും. ലോങ് പോകാനായിട്ട് കുറച്ചൊരു ഹാർഡ് ഫോമാണ് നല്ലത്. ഗുഡ്. 350 ആണ്, എന്തെങ്കിലും 500 ആണ്. അപ്പോൾ അതിൻ്റെ പവർ ഡിഫറൻസ് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും സ്റ്റിൽ ദ എൻജിൻ ഈസ് വെരി റിഫൈൻഡ്. ട്രിപ്പ് മീറ്റർ ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ടെസ്റ്റ് ബ്രേക്ക്. നല്ല ബ്രേക്കാണല്ലോ. എക്സ്പൾസ് ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ എന്തോ ഹെവി സാധനം ഹാൻഡിൽ ചെയ്യുമല്ലോ. ഫ്രണ്ടൊക്കെ നല്ല വളച്ച് വരാനൊക്കെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. എക്സ്പൾസ് എന്ന് വെച്ചാൽ ഫ്ലിക്ക് ചെയ്ത് പോകാൻ വളരെ ഈസിയാണ്. ഇത് പക്ഷേ നമ്മളിപ്പോൾ എന്തോ പറയാൻ, ചെറിയ പാസഞ്ചർ കാർ ഓടിച്ചിട്ട് ലോറി ഓടിക്കുന്ന പോലത്തെ ഒരു ഫീലിലേക്ക് പെട്ടെന്ന് വന്നു. ഹെഡ് നല്ല ഹെവി ആണല്ലോ. എനിക്കൊന്ന് പഴയ ബുള്ളറ്റിനെക്കാട്ടിലും ഇതിൻ്റെ ഹെഡ് കുറച്ചുകൂടെ, മേ ബി അത് കോണൊക്കെ കുറച്ചുകൂടെ ടൈറ്റ് ആയതുകൊണ്ടായിരിക്കാം. പഴയതെന്ന് വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു ടേണിങ് റേഡിയസ് വരത്തില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ നിന്ന് കറങ്ങത്തില്ല വണ്ടി. എന്നാലും കൊള്ളാം, ഓടിക്കാനൊക്കെ ഒരു സുഖമുണ്ട്. മേ ബി ആ റിഫൈൻഡ് ആയതിൻ്റെ ഒരു ഇതായിരിക്കാം. ഞാൻ ഓടിച്ചേക്കുന്ന വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പം നല്ല സുഖമുണ്ട് ഓടിക്കാൻ. ദിസ് വൺ ഈസ് ഗുഡ്, ബട്ട് ഐ ലൈക്ക് എക്സ്പൾസ് മാൻ. വെയിറ്റ് കുറഞ്ഞ വണ്ടി ഓടിച്ച് അതിൻ്റെ സുഖം കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ വലിയ പാടാണ്. കുഴി. ഓ, നൈസ് ഷോക്ക്. കൊള്ളാം. കുംഭഉരുട്ടി വെള്ളച്ചാട്ടം 9 കിലോമീറ്റേഴ്സ്. ഹായ് മാമ. അച്ചൻകോവിൽ ആറിന് ഇങ്ങനെ ചേർന്നിട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ കറങ്ങി വരികയാണ് അച്ചൻകോവിൽ ആറിനെ. എല്ലാം ബഫർ സോണാണ്, മൊത്തം പ്ലാന്റേഷനാണ് തേക്കിൻ്റെ. ഈ കാണുന്ന ഏരിയ ഗവൺമെൻറ്റിൻ്റെ ടിമ്പർ ഡിപ്പോയാണ്, അതായത് തടി ഡിപ്പോയാണ്. ഇത് പ്ലാന്റേഷനിൽ നിന്ന് മുറിക്കുന്ന തടിയൊക്കെ ഇവിടെ നിന്നാണ് കച്ചവടമാക്കുന്നത്. അവിടെ കുറേ സെറ്റിൽമെൻറ്റ് ഏരിയ ഉണ്ട്. ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണെന്ന് തോന്നുന്നു. ഇതാണ് അച്ചൻകോവിൽ ജംഗ്ഷൻ. അച്ചൻകോവിൽ അമ്പലം ഇവിടെയാണ്. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ഇത്രയും സമയം കണ്ട കാടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത്രയും തിരക്ക് വരാനുള്ള റീസൺ ഇപ്പോൾ സീസണാണ് ശബരിമല.
അപ്പോൾ ശബരിമല ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അമ്പലമാണ് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്, അതായത് അയ്യപ്പൻ്റെ അമ്പലമാണ്. സോ അതുകൊണ്ട് ഇങ്ങോട്ട് ഒരുപാട് ആൾക്കാർ വരും. അച്ചൻകോവിൽ ചെങ്കോട്ട റൂട്ടിലേക്കാണ് കേട്ടോ. അതുവഴിയാണ് നമ്മൾ തെന്മല വഴി കയറാനാണ് ഉദ്ദേശിക്കുന്നത്. തെന്മല കുളത്തുപുഴ വഴി കയറാനാണ് ഉദ്ദേശിക്കുന്നത്. തിരിച്ചൊരു റൗണ്ട് ട്രിപ്പ് ആവുമല്ലോ. ചെങ്കോട്ടയിൽ നിന്ന് അച്ചൻകോവിൽ പോകുന്ന റൂട്ടാണിത്. നമ്മൾ തിരുമലൈക്കോവിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് കയറി വരുന്നത് ഈ റൂട്ടിൽ വഴിയാണ്. അച്ചൻകോവിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് പുനലൂർ വഴി തിരിച്ചു പോകാനാണ്. പക്ഷേ അതാകുമ്പോൾ വളരെ കുറച്ച് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടത്തുള്ളൂ കാട്ടിനകത്തൂടെ. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ചുറ്റിയാണ് പോകുന്നത്. ആഹാ, നല്ലൊരു ബ്ലോക്കാണല്ലോ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അച്ചൻകോവിൽ റേഞ്ച്. മറ്റേത് കോന്നി റേഞ്ചിലുള്ളതായിരുന്നു. ഇത് അച്ചൻകോവിൽ ചെങ്കോട്ടയിൽ നിന്ന് വരുമ്പോൾ ഉള്ള ചെക്ക് പോസ്റ്റാണിത്, കോട്ടവാസൽ. ഇവിടെ നിന്ന് വെറും 24 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുറ്റാലം വാട്ടർഫാൾസ്. ഇവിടുത്തെ റോഡെല്ലാം ഭയങ്കര നാരോ ആണ്. അതാണ് ഓപ്പോസിറ്റ് 2 വണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആവും, കാറ് പോലും. ഇപ്പോൾ ബസ് വന്നാലുള്ള കാര്യം പറയണ്ടല്ലോ, ബസ് വരുന്നുമുണ്ട്. ഭയങ്കര ഹെയ്സിയാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള വ്യൂ മാറി കാണണം കേട്ടോ. ബ്യൂട്ടിഫുൾ. ഈ സ്ഥലത്തിൻ്റെ പേര് മേക്കരൈ എന്നാണ്. അച്ചൻകോവിൽ മേക്കരൈ റോഡ് ആണിത്. എനിക്കൊന്ന് തമിഴ്നാടിൻ്റെ സൈഡാണ്. തമിഴ്നാടായിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷേ തമിഴ്നാട്ടിലേക്ക് പോകുന്ന റൂട്ടാണ്. തെങ്കാശി ചെങ്കോട്ട റൂട്ടാണ്. ഇവിടെ നിന്നുള്ള വ്യൂ മാരകമാണ്. പക്ഷേ ഇപ്പോൾ നല്ല ഹെയ്സ് ഉണ്ട്, മൂടൽ മഞ്ഞ് പോലെ നിൽക്കത്തില്ലേ, ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. തമിഴ്നാട് ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ കയറിയ ഒരു ഫീൽ കിട്ടിയില്ലേ? കിട്ടാതിരിക്കില്ലല്ലോ, അങ്ങോട്ട് കയറിയായിരുന്നു. ഇപ്പോൾ നമ്മളെ കേരള ബോർഡറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഇപ്പോൾ കയറിയിട്ടുണ്ട്. എന്തൊരു ചേഞ്ച് ആണെന്ന് നോക്കിയാൽ ഭയങ്കര ഡിഫറൻസ് അല്ലേ. നമ്മളിപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിൽ നമുക്ക് വിസിബിലി ഭയങ്കര ഡിഫറൻസ് അറിയാൻ പറ്റും അങ്ങോട്ട് കയറുമ്പോഴേക്കും. എന്നാൽ ജോഗ്രഫിക്കലി ഭയങ്കര ദൂരമുള്ള സ്ഥലങ്ങളുമല്ല, ജസ്റ്റ് ആ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും എനിക്ക് തമിഴ്നാട്ടിൽ ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവർ പറ്റുന്ന സ്ഥലത്തെല്ലാം റോഡിൻ്റെ 2 വശത്തും ഒന്നുകിൽ പുളി മരം വയ്ക്കും, അല്ലാന്നുണ്ടെങ്കിൽ വേപ്പിൻ്റെ മരം വയ്ക്കും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വിഷ്വലിൽ എന്തോ നമ്മളെ തോരണമൊക്കെ കെട്ടിയിട്ട് ഈ ഫുൾ ആർച്ചൊക്കെ കെട്ടി നമുക്ക് സ്വീകരണം ഒരുക്കുന്ന പോലെ നല്ല തണലും ഒരു കൂടാരം പോലെ റൂഫ് പോലെ നിൽക്കുന്ന രീതിയിലുള്ള മരങ്ങളായിരിക്കും ചുറ്റും. ഇപ്പോൾ വെയിൽ ഇച്ചിരി കുറഞ്ഞിരിക്കുന്ന ടൈമായതുകൊണ്ട് നമുക്കത് അത്ര വലിയൊരു എഫക്റ്റ് തോന്നത്തില്ല. പക്ഷേ
നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ഇതിന് അടിയിൽ വരുമ്പോഴാണ് ഡിഫറൻസ് മനസ്സിലാവുന്നത്. ഭയങ്കര കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ 2 മരങ്ങൾ എനിക്ക് തോന്നുന്നു അങ്ങനെ സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ 2 മരങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്ന് പുളിയും പിന്നൊന്ന് വേപ്പ് മരവും. സോ നമ്മുടെ കൂടെ വന്ന 2 പേര് തിരുമലൈക്കോവിൽ പോയിട്ടില്ല. സോ ചെറിയൊരു ഡീവിയേഷൻ എടുത്ത് തിരുമലൈക്കോവിലും കൂടെ കണ്ടിട്ട് വരാം. ജസ്റ്റ് ഒരു 3 കിലോമീറ്റേഴ്സേ ഉള്ളൂ ഇവിടെ നിന്ന്. മേളിൽ വരെ വണ്ടി പോകുമല്ലോ. സോ ആ ഒരു റൈഡ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. ഈ സമയത്ത് അമ്പലം ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അമ്പലത്തിലൊന്നും കയറാനുള്ള ഉദ്ദേശമില്ല. മേളിലേക്ക് കയറുന്ന ആ റൂട്ട് നല്ല ഭംഗിയാണ്. വണ്ടാടും പൊട്ടൽ, എന്ത് പേരാണോ. ഓക്കെ, ഇതാണ് തിരുമലൈക്കോവിലിൻ്റെ എൻട്രൻസ്. മേളിലായിട്ട് കാണുന്നതാണ് തിരുമലൈക്കോവിൽ. ആക്ച്വലി ഇത് പടി കയറി പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ അമ്പലം സന്ദർശിക്കാനായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ പടി കയറിയും പോകാം. ഞാൻ പടി ഇറങ്ങിയിട്ടുണ്ട് മുമ്പ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് വണ്ടി പോകാനുള്ള റോഡ് അവരിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴല്ലേ കുറച്ച് കാലമായി. ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി മേളിൽ വരെ കൊണ്ടുപോകാം. പാർക്കിംഗ് സ്പേസ് ഉണ്ട് മേളിൽ. ഇപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ആ റൂട്ട് ആസ്വദിക്കാൻ വേണ്ടി പോകുന്നതുകൊണ്ട് വണ്ടിയും കൊണ്ട് മേളിലോട്ട് പോവാണ്. 3 വണ്ടി. സോ കണ്ടു കാണുമല്ലോ, 20 rupees പെർ ബൈക്ക്. വാനാണെങ്കിൽ 75 rupees ആണ്. കാറിന് അപ്പോൾ 50 രൂപയായിരിക്കും. സംവേർ ഇൻ ദ മിഡിൽ. സോ ഈ റൂട്ട് ഒരു ഘാട്ട് റോഡ് പോലെ അവർ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്ന റൂട്ടാണ് മേലിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഒരു കൺസ്ട്രക്ഷൻ അടിപൊളിയാണ്. കാരണം ഇവിടെ നിന്നുള്ള വ്യൂ മാരകമാണ്. സീനിക് റൂട്ടാണ് കേട്ടോ. ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി മഴയും കൂടെ ഉണ്ടെങ്കിലേ വേറെ ലെവൽ വൈബാണ് ഇവിടെ, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ. ഒരു ചെറിയ കോടയൊക്കെ അടിച്ചിട്ട് കാണാൻ പറ്റും. പിന്നെ മേളിൽ നിന്ന് കിട്ടുന്ന വ്യൂ മാരകമാണ്. കമ്പംതേനി ആ ഒരു റൂട്ടിൽ വിൻമെലും എല്ലാം കാണാൻ പറ്റും. ദൂരമായിട്ട് ഡാം കാണാം. ഏത് ഡാമാണെന്ന് ഞാൻ മറന്നു. പാറ പൊട്ടിച്ചിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. നല്ല പണിയെടുത്തിട്ടുണ്ട്. 20 രൂപ കൊടുക്കുന്നതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല. തിരക്ക് കാരണം വണ്ടിയൊക്കെ താഴെ പാർക്ക് ചെയ്യേണ്ട ഗതികേടാണെന്ന് തോന്നുന്നു. സാധാരണ വരുമ്പോൾ മേളിൽ തന്നെ ഒരുപാട് വേക്കൻറ്റ് സ്പേസ് ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ഈ അയ്യപ്പ സീസണൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. യെസ്, ഓഫ് കോഴ്സ്. ഉഗ്രം വ്യൂ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഉണ്ടല്ലോ, എപ്പോഴും പറയുന്ന പോലെ ടൈം നോക്കിയിട്ട് വേണം വരാനായിട്ട്, ഇല്ലെങ്കിൽ പെടും. തിരുമലൈക്കോവിലിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെറിയൊരു പ്ലാൻ ചേഞ്ച്. നേരെ ബോർഡർ പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ട് ചെങ്കോട്ട വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അവിടെ റഹ്മത്തിൽ പോയിട്ട് ബോർഡർ പൊറോട്ടയും ഗൺ ചിക്കനൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് കൂടെ വന്നവർക്കൊക്കെ ഒരാഗ്രഹം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ചെങ്കോട്ടയിലേക്കാണ്. അവിടെ പോയി ബോർഡർ ചിക്കൻ കഴിച്ചതിന് ശേഷം തിരിച്ച് തെന്മല റൂട്ട് വഴി പോകും. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 2:30 ആവാറായിട്ടുണ്ട്. തെന്മല റൂട്ടിൽ നിന്ന് നമ്മൾ കമ്പം തേനിയൊക്കെ പോകുന്ന ചെങ്കോട്ട റൂട്ടാണ് വരുന്നത്. കിടിലം റൂട്ടാണ്. അതായത് നമ്മളിപ്പോൾ കൊടൈക്കനാൽ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോകണമെങ്കിൽ തമിഴ്നാട് വഴി പോകുന്ന NH ഒഴിവാക്കിയിട്ട് പോകുന്ന ഒരു ഓൾട്ടർനേറ്റീവ് റൂട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള റൂട്ടാണ്. ഡിസ്റ്റൻസ് കുറവാണെങ്കിലും
എടുക്കുന്ന ടൈം കുറച്ച് കൂടുതലാണ്. കാരണം NH സ്ട്രെയിറ്റ് പോയാൽ മതി. ഇത് കുറച്ചുകൂടെ ഒരു സീനിക് ആയിട്ടുള്ള നാരോ റോഡ്സൊക്കെ ഉള്ള റൂട്ടാണ്. എനിക്കിഷ്ടപ്പെട്ട റൂട്ടാണ് കേട്ടോ ഇത്. കുറച്ചുകൂടെ ഒരു സീനിക് റൂട്ടാണ്. മറ്റേ NH അറിയാമല്ലോ, ഒരു മരുഭൂമി പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഏരിയാസിലൊക്കെ നല്ല മഴ കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ ഒരു അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കയറിയിട്ട് ഇവിടെയാണ് റഹ്മത്ത് ബോഡ പൊറോട്ട. തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. നൈസ്. അങ്ങനെ റഹ്മത്തിൽ കയറിയിട്ട് ബോർഡർ ചിക്കനും കോയിൻ പൊറോട്ടയൊക്കെ കഴിച്ചായിരുന്നേ. ഫ്രഷൊന്നുമില്ല, ഫുഡൊക്കെ വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ പറയുന്ന ഹൈപ്പിനുള്ള സാധനമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതിനു മുന്നേ കഴിച്ചപ്പോഴും എനിക്ക് അത് തന്നെയാണ് തോന്നിയത്. പണ്ട് റഹ്മത്ത് ഫേമസ് ആയ സമയത്ത് ഈ കോയിൻ പൊറോട്ടയും ബൺ പൊറോട്ടയൊന്നും നമ്മുടെ അവിടെ കിട്ടത്തില്ല. അതൊക്കെ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഈ ഒരു സ്ഥലത്തിന് ഹൈപ്പ് ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം എല്ലായിടത്തും കിട്ടുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്ത് വന്ന് വൃത്തി വളരെ ശോകമാണ്. എല്ലാവരും കുറച്ച് ഹൈജീൻ ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും കഴിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് വന്ന് അവർ കൈകൊണ്ട് വാരി എറിയാണ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ. പിന്നെ ഭയങ്കര തിരക്കാണ്. നമ്മൾ എത്ര സമയം ക്യൂ നിന്നിട്ടാണെന്നറിയാമോ ഒരു ഇരിക്കാനുള്ള സീറ്റ് കിട്ടുന്നത്. എൻ്റെ ഒരു പണ്ട് മുതലേ ഉള്ള സംശയമാണ്, നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് നമ്മൾ ക്യൂ നിൽക്കുന്നത്? അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ വന്നിട്ടില്ലല്ലോ. സാധാരണ ആൾക്കാർ ക്യൂ നിന്ന് കഴിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഭക്ഷണത്തിന് ക്ഷാമമുള്ള അല്ലെങ്കിൽ വേറെ നിവൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ. ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിൽ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അഭയാർത്ഥികളായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട അത്രയും ഗതികെട്ട അവസ്ഥയാണ് അവരുടേത്. നമ്മൾ കയ്യിലെ കാശ് കൊടുത്തിട്ട് എന്ന് ഞാൻ ആ അവസ്ഥ ചോദിച്ച് മേടിക്കുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ചെങ്കോട്ടയിൽ നിന്ന് നമ്മൾ തെന്മല പോകുന്ന റൂട്ടാണ്. തെന്മല വഴി കുളത്തുപുഴയൊക്കെ പോകുന്ന റൂട്ടാണ്. കേരള തമിഴ്നാട് ബോർഡർ ഉണ്ടല്ലോ അവിടെ, ആ റൂട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓ എന്ത് ഭംഗിയാണല്ലേ. നെല്ല് പുതിയതായിട്ട് വിതച്ചിട്ട് പൊടിച്ച് വന്നേക്കുന്നതാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫോട്ടോയ്ക്കൊക്കെ ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ. ഇതേ സെയിം സ്പോട്ടിൽ പണ്ടൊരു ഓർമ്മയുണ്ട്. ഞാനും ഞങ്ങൾ ഫ്രണ്ട്സ്, ഓഫീസിൽ നിന്ന് ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്നിട്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അബി, അവൻ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രോണെല്ലാം ഫ്ലൈ ചെയ്തിട്ട് അന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ അതെ അന്നും പാടം തന്നെയാണ്. ഫ്ലൈ ചെയ്തിട്ട് തിരിച്ചത് വിളിക്കുന്ന അത് ഡ്രോൺ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂടി. അപ്പോൾ എൻ്റെ നേരെയാണ് ഡ്രോൺ വന്നത്. അപ്പോൾ അവൻ അത് മാറ്റാൻ വേണ്ടിയിട്ട് തിരിച്ച് വെട്ടിച്ചിട്ട് ഡ്രോൺ നേരെ റോഡിൻ്റെ നടുവിലേക്ക് വന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ ജസ്റ്റ് തട്ടിയിട്ട് കൈ ബ്ലീഡ് ചെയ്തു, ഭയങ്കരമായിട്ട് കട്ടായി. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നു പെട്ടെന്ന്. ഇതേ സ്പോട്ടിൽ വെച്ചായിരുന്നു അത് സംഭവിച്ചത്. നല്ല ക്ലിയർ സ്കൈ ആയിരുന്നെങ്കിലുണ്ടെങ്കിലോ മാരക വ്യൂ ആണ്. ആ ഫുൾ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. മൂടിക്കിടക്കാണ്, മഴക്കോളുണ്ട് കേട്ടോ ചെറുതായിട്ട്. ഇതിങ്ങനെ മൂടലില്ലാണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്ന സമയത്ത് ഭയങ്കര രസമാണ് കാണാൻ. നമ്മൾ ആ സ്ട്രെയിറ്റ് റോഡിൽ ഇങ്ങനെ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ആ മലകളെല്ലാം നിൽക്കുന്ന ഒരു ഫ്രെയിമുണ്ട്. എക്സലൻ്റ് ആണ്, എക്സലൻറ്റ്. ചെങ്കോട്ട റൂട്ടിലെ എസ് വളവ്. ഇതുവഴിയാണ് ഏറ്റവും കൂടുതൽ ഹെവി വെഹിക്കിൾസ് പോകുന്ന റൂട്ടാണിത്. അപ്പോൾ ഇവിടുത്തെ ഈ എസ് വളവിൽ ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകുന്നത് ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇവരിവിടെ മൊത്തം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ്, സോറി മൈ മിസ്റ്റേക്ക്, ഇത്രയും ഭാഗത്തേ ഉള്ളൂ ഇൻ്റർലോക്ക്. ഇപ്പോഴും റോഡ് പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്.
അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാനുള്ള റീസൺ ഇത്രയും ഹെവി ആയിട്ടുള്ള ക്യാരേജ് വെഹിക്കിൾസ് പോകുന്നതുകൊണ്ടും പിന്നെ ഇവിടുത്തെ ഒരു ചെറിയ ഉറവയുള്ളത് ഉള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ആ റോഡിൻ്റെ അടിയിലത്തെ ഒരു ഇത് എപ്പോഴും വീക്കായിരിക്കും. അപ്പോൾ ഇത്രയും വെയിറ്റും കൂടെ കയറുമ്പോൾ അതുകൊണ്ട് താഴും. അങ്ങനെയുള്ളൊരു ഏരിയയാണിത്. കുറച്ച് റിസ്കി ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. കുറച്ചധികം റിസ്കി ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം എല്ലാം സ്ലോ മൂവിങ് വെഹിക്കിൾസാണ് മേളിലോട്ട് കയറി വരുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് ഇറക്കമായതുകൊണ്ട് ഇത്രയും വെയിറ്റ് കയറി വരുന്ന വണ്ടികളാണ്. പിടിച്ചാലൊന്നും കിട്ടണമെന്നില്ല. സോ ഓവർടേക്കിംഗ് ഒക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഹെവി റിസ്ക്കാണ്. ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇനി ഇവിടെ നിന്ന് ഐ തിങ്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് എക്സൈസിൻ്റെ ചെക്ക് പോസ്റ്റോ അങ്ങനെ എന്തോ ഉണ്ട്. ഇത് കേരള തമിഴ്നാട് ബോർഡർ ഏരിയ ആണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ തെന്മല സൈഡിലേക്ക് കയറുന്നത്. ഏറ്റവും കൂടുതലുള്ള കടകൾ ഏതാണെന്ന് മനസ്സിലായല്ലോ, ലോട്ടറി. ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ലോട്ടറി എടുക്കുന്നത് തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ്. തമിഴ്നാട്ടിൽ ഈ ലോട്ടറി ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ആൾക്കാർ വന്ന് ബൾക്കായിട്ട് ലോട്ടറി എടുത്തിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ബോർഡർ ഏരിയാസും മിക്കവാറും എല്ലായിടത്തും ഇതുപോലെ ഒരുപാട് ലോട്ടറി ഷോപ്സ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ബമ്പറൊക്കെ അടിച്ചതും തമിഴ്നാട്ടിൽ തന്നെ ആയിരുന്നു. കാരണം അവർ ചെറിയ എമൗണ്ടൊന്നും അല്ല സ്പെൻഡ് ചെയ്യുന്നത്, ഒരു ബൾക്ക് എമൗണ്ടൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത് ലോട്ടറി എടുക്കാനായിട്ട്. ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ പഴയ മീറ്റർ ഗേജ് വന്നിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അത് ബ്രോഡ് ഗേജ് ആക്കിയിട്ടുണ്ട് റെയിൽവേ. ഇതാണ് ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് മറ്റേ 13 കണ്ണറ പാലത്തിന് മേളിൽ കൂടെ 2 പാറകളുടെ നടുക്ക് ഇങ്ങനെ ട്രെയിൻ പോകുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം. അടിപൊളിയാണ്. അതിൽ ഇവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അച്ചൻകോവിൽ പിന്നെ ആര്യങ്കാവാണ് ഫേമസ് ആയിട്ടുള്ളത്. അതായത് ശബരിമല പോകുന്ന ആൾക്കാർ ഇവിടെയും വരാറുണ്ട്. നേരത്തെ നമ്മൾ നിന്ന സ്ഥലത്തു നിന്ന് ലെഫ്റ്റ് റോസ്മല പോകും. ഇതുവഴിയാണ് പാലരുവി വെള്ളച്ചാട്ടം പോകുന്നത്. പാലരുവി വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ വണ്ടി വിടത്തില്ല, അവരുടെ ബസ്സിലൊക്കെയാണ് കൊണ്ടുപോകുന്നത്. പണ്ട് നമ്മുടെ വണ്ടി പോയത്. ഇതാണ് ദ ഫേമസ് 13 കണ്ണറ പാലം. പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഉണ്ടാക്കിയൊരു പാലമാണ്. ഇവിടെ ആദ്യം മീറ്റർ ഗേജ് ആയിരുന്നു, പിന്നീട് അത് ഈ കുറച്ചു കാലം മുന്നേ ബ്രോഡ് ഗേജ് ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേളിലാണ് മറ്റേ ഒരുപാട് സിനിമ സോങ്സൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ ട്രസ് പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം മേളിൽ വേറെ കയറിയിരിക്കാൻ സ്ഥലമൊന്നുമില്ല, ട്രെയിൻ വന്നാൽ പെട്ടുപോകും. ഇവിടെ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ ഈ വളഞ്ഞ് വരുന്ന കാണാൻ നല്ല രസമാണ്. പാലത്തിൽ കൂടി കുറച്ചപ്പുറത്തോട്ട് മാറിയിട്ടൊരു ഫാക്ടറി ഉണ്ട്. അവിടെ ആണെങ്കിൽ ഈ നല്ല സീസൺ സമയത്ത് 100-ന് മേളിൽ വേഴാമ്പൽ ആ ഫാക്ടറിയിൽ വന്നിരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ സീസൺ സമയത്ത് ആക്ച്വലി കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്ന് ഇവിടെ ഫുൾ ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കും, നിരന്ന് നിന്ന് ഫോട്ടോ എടുക്കും. ഇപ്പോൾ പക്ഷേ വരുന്നില്ല, കുറച്ച് ദിവസമായിട്ട് കുറവാണ്. തെന്മല ഡാം ലെഫ്റ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ആ റൂട്ടിൽ അതുവഴിയാണ് തെന്മല എക്കോ ടൂറിസം സെൻറ്റർ വരുന്നത്. ഇതാണ് കല്ലട ഡാം. അതുവഴി എക്കോ ടൂറിസത്തിൻ്റെ പാലമാണ് കേട്ടോ. എവിടെയുണ്ടോ അവിടെയൊക്കെ തട്ടുകളുമുണ്ട്. അവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരേ പാറ്റേണിലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു കാട് ഏരിയ ആണല്ലോ, ഒന്നുകിൽ നേച്ചറായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു തീമിലോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫിൻ്റെ എന്തെങ്കിലും ഒരു തീമിലോ ഒരേപോലെയുള്ള കുറച്ച് ഷോപ്സ് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ കച്ചവടവും ചെയ്യാം, ആ സ്ഥലം കാണാനൊരു ഭംഗിയുണ്ടാവും. ഇത് വെറുതെ കുറേ തട്ട് വെച്ച് അതിൽ ടാർപോളിനും അത് ഇതൊക്കെ വലിച്ച് കെട്ടി ഭയങ്കര വൃത്തികേടാക്കും ഒരു ഏരിയ.
അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നില്ല, അവരുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കട ചെയ്തു കൊടുക്കുക, എന്നിട്ട് അതിനൊരു ചെറിയൊരു റെൻറ്റോ എന്തെങ്കിലും, അവർക്കത് വലിയൊരു ഭാരമാവാത്ത രീതിയിലുള്ള ചെറിയൊരു റെൻറ്റോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കടകൾ ചെയ്തു കൊടുക്കുക അവർക്ക്. അതാകുമ്പോൾ ഇത് പബ്ലിക് സ്പേസാണ്, അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. അതുകൊണ്ട് പബ്ലിക് സ്പേസ് ആയതുകൊണ്ട് ഒരു ഷോപ്പ് ചെയ്ത് ഒരാൾ കച്ചവടം നിർത്തിപ്പോയാൽ അത് വേറൊരാൾക്ക് റെൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഇവിടെ മാത്രമല്ല, ഏകദേശം എവിടെ ടൂറിസം ഉണ്ടോ അവിടെയൊക്കെ ഇതേ ഇഷ്യൂ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് മൂന്നാറിലൊക്കെയാണെന്ന് തോന്നുന്നു. വാഗമൺ, മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അവിടെ റോഡ് സൈഡിൽ ഇതുപോലെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ടാവും. ഈവൻ ഞാനും അവിടെ നിന്ന് ഈ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്, ഇല്ലയെന്നല്ല, ഉപയോഗം തന്നെയാണ്, അത് വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ അതങ്ങനെ ഒരു രീതിയിൽ ആ സ്ഥലത്തിന് വൃത്തികേടാക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ടൂറിസം പ്രൊമോട്ട് ചെയ്താൽ മാത്രം പോരാ, അതിന് വേണ്ട ഫെസിലിറ്റീസും ആ ഒരു സ്ഥലം അങ്ങനെ ഭംഗിയാക്കുന്നതിനൊക്കെ കെയർ ചെയ്യണം. എന്നാലേ നമ്മൾ ആ ടൂറിസം പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. ആൾക്കാർ വന്ന് കാണുമ്പോൾ ഈ തട്ടുകളാണ് കൂടുതലും കാണുന്നത്. എന്തെങ്കിലും തരത്തിൽ ആ സ്ഥലമായിട്ട് എന്തെങ്കിലും ബന്ധം തോന്നുമോ? വൃത്തികേടാവുന്നതല്ലാണ്ട്. സോ ഇത് എൻ്റെ ഒരു സജഷനാണ്, ചെയ്താൽ നന്നായിരിക്കും. ടീ പ്ലാന്റേഷനാണ്, പഴയതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് പുതിയതായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. ആന കയറാതിരിക്കാൻ വേണ്ടി ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓന്തുപ്പച്ച അരിപ്പയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഇനി അടുത്ത് വരുന്ന അരിപ്പയാണ് കേട്ടോ, ഓന്തുപ്പച്ച. ഇവിടെയാണോ KSRTC ചായ പിടിക്കാൻ നിർത്തുന്നത്? ഇലക്ഷനും പ്രചാരണത്തിൻ്റെ കലാശക്കൊട്ടാണ് ഇപ്പോൾ നേരത്തെ കണ്ടത്. കലാശക്കൊട്ട് കഴിഞ്ഞിട്ടുള്ള സീൻസ്. ആ ഒരൊറ്റ സംഭവം നടക്കുന്ന കാരണം കിടക്കുന്ന വണ്ടികളുടെ ക്യൂ ആണ് ഈ കാണുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാനില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കൊള്ളാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട. See you soon with the next one. Until then, adios amigos.